ആ പാവം ഭാര്യ വീണ്ടും വന്നു ഉറക്കായി പുറകോട്ടെ. എന്തായാലും ഇന്ന് ഭാഗ്യമുണ്ട്. ഒരു ലോട്ടറി എടുത്തോ. സാറുണ്ട്. സാറുണ്ടോ? ശരി ശരി ശരി. സാറിനെ സ്വാധീനിക്കാനേ ചാക്കിൽ കൊലയായിട്ട് വന്നൊക്കെയാണ്. ചേനയായിരിക്കും അല്ലേ? ഏതല്ല കൊലയാ കൊല. നിങ്ങളിപ്പോ എന്നോട് വന്ന് സങ്കടം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആർക്കും പെൻഷൻ കൊടുക്കണില്ല ഇവിടുന്ന്. അങ്ങനെ പറയരുതേ. എന്റെ വീടിന്റെ അടുത്തുള്ള കോയക്ക് കിട്ടിയല്ലോ പെൻഷൻ. ഇവിടുന്നോ? ഇവിടുന്നല്ലേ? തയ്യൽ തൊഴിലാളിയുടെ. അവിടുന്ന് കിട്ടും. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതുപോലെ ഈ ചെത്തു തൊഴിലാളി, മോട്ടോർ തൊഴിലാളി, കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഇവർക്കൊക്കെ കിട്ടും. പക്ഷെ ഇവിടുന്ന് കൊടുക്കാൻ നിർവാഹമില്ല. അതാ പറഞ്ഞത്. അതെന്താ കെട്ടിട തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് മാത്രം പൈസ കിട്ടാത്ത? എന്താ ചെയ്യുക നിങ്ങൾ ഈ വിഷമങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾക്ക് ചെലവ് വരുന്നവര് 0.5% സെസ് അടയ്ക്കണം എന്നാണ് വ്യവസ്ഥ. ഒരാൾ ഇവിടെ വന്ന് സെസ് അടയ്ക്കുന്നില്ല, പിന്നെ എങ്ങനെ ഇവിടെ പൈസ ഉണ്ടാവും? അല്ല, ഞങ്ങള് നല്ല പങ്കാളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരംശത്തിലേക്ക് ഇങ്ങനെ അടച്ചിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഈ ശ്വാസം മുട്ടായിട്ട് വയ്യാത്ത സമയത്ത് അതിനൊരു പെൻഷൻ കിട്ടണ്ടേ? അതെ, അതൊക്കെ ന്യായമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അതിലൊരു തർക്കമില്ല. നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് പെൻഷൻ തരണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന വരുമാനം വേണ്ടേ? എന്നാലല്ലേ എടുത്തു തരാൻ പറ്റൂ. ഗവൺമെന്റ് ഇത് തരണ്ടേ? സർക്കാർ തരണ്ടേ ഞങ്ങൾക്ക്? എന്താ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം? സർക്കാരിനെതിരെ ഇടപെടാൻ പറ്റില്ല. ഇപ്പോ സർക്കാരിന്റെ കയ്യിൽ 5 പൈസ ഇല്ല. നിത്യ ചെലവിന് പോലും പൈസ ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ അതൊന്ന് എങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് പെൻഷൻ തരും? സാറ് അതിലും മോശമാണ് ഞങ്ങളുടെ അവസ്ഥ. അച്ഛന് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണത്. അതെ, സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോ PSC ചെയർമാന് 2,26,000 രൂപയാണ് ശമ്പളം. ആ ശമ്പളം ഇപ്പോ 4 ലക്ഷം രൂപയായിട്ട് ഉയർത്തണം. അതുപോലെ തന്നെ PSC മെമ്പർമാർക്ക് 2,23,000 രൂപയാണ് അവർക്കുണ്ടായിരുന്നത്. അതിപ്പോ 3,75,000 രൂപയാക്കിയിട്ട് മാറ്റണം. അപ്പൊ ഇങ്ങനെ ഉയർന്ന രീതിയിൽ ശമ്പളം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ആ നിലയ്ക്ക് വേണം പെൻഷനും കൊടുക്കാൻ. അപ്പൊ പൈസ കൂടുതൽ ചെലവാകും. പിന്നെ എങ്ങനെ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നമുക്ക് ഇത് തരാൻ പറ്റും? സാറേ, ഇതിന്റെ ആൾക്കാരാരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സാറ് സമയം കിട്ടുമ്പോ അവരുടെ അടുത്ത് ഒരു കാര്യം പറയണം. എന്താ? എന്റെ അച്ഛനെ പോലെ ഈ കെട്ടിട നിർമ്മാണത്തിന് പോയിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കെട്ടിട നിർമ്മാണ തൊഴിലാളികള്. അവിടെ ഈ സിമെന്റിന്റെ പൊടിയുടെ ഒക്കെ അലർജി കൊണ്ട് ഇതുപോലെ ആസ്മയം വന്ന് ഇപ്പൊ ഒന്നിനും പറ്റാതെ കിടക്കണ മനുഷ്യരുണ്ട്. ഈ പാവങ്ങളുടെ വയറ് നിറച്ചിട്ട് ആ ഉന്നതന്മാരുടെ വയറ് നിറയ്ക്കാൻ പറ സാറേ. നീ ഒന്ന് നിർത്തല് കുട്ടിയെ. ആരോടാ അത് പറയണത്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും ഇവര് മനുഷ്യന്റെ കടുത്ത് കൂട്ടിയിട്ടില്ല. അങ്ങനെയല്ല. അല്ല, എനിക്കിതൊക്കെ അറിയായിരുന്നു. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്റെ ഓരോ പരിപാടികൾ. അതെ, എന്റെ ആയ കാലത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ പണിയെടുത്തിട്ടുള്ള എന്റെ പണി സാധനങ്ങളാണ്. അല്ല, അതെന്തിനാ ഇവിടെ വെക്കണത്? അല്ല, ഈ വയ്യാത്ത സമയത്ത് വീട്ടിലിരിക്കുമ്പോ ഇതിലിങ്ങനെ നോക്കുമ്പോഴേ ഒരു അമർഷം, ഒരു വിഷമം, ഒരു ദേഷ്യമൊക്കെ വരും എനിക്കിതിനോട്. ഇതെനിക്കിനി വേണ്ട. ഇതേ നിങ്ങളെടുത്തോ. എന്നിട്ട്